ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ജപമാലയെക്കുറിച്ചും ജപമാല ജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞല്ലോ. ഇനി ജപമാല ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഏകാഗ്രത ലഭിക്കാറുണ്ടോ? ഏകാഗ്രത വർദ്ധിപ്പിക്കാനും മനസ്സ് ഭഗവാനിൽ തന്നെ നിലനിർത്താനും ഞാൻ ജപമാല ചൊല്ലുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ഗുരുവായൂർ എത്തി ക്യൂവിൽ നിൽക്കുന്നത് മുതൽ ചുറ്റമ്പലത്തിനകത്തേക്ക് ക്യൂ കടന്നു ചെല്ലുന്നതും അവിടുത്തെ മനോഹരമായ ഭഗവത് ചിത്രങ്ങളും നാലമ്പലത്തിനകത്ത് കടന്ന് ഓരോ ദിവസത്തെയും അലങ്കാരം ഗുരുവായൂർ ശ്രീലകത്ത് ദർശിക്കുന്നതും കണ്ണനെ കണ്ണിറയെ മനസ്സു നിറയെ കണ്ടു തൊഴുന്നതും ഗണപതിയെയും സരസ്വതീ ദേവിയെയും കൽത്തൂണുകളിലെ കണ്ണനെയും അനന്തശയനവും ഹനുമാൻ സ്വാമിയെയും ശ്രീ മുരുകനെയും താമരക്കണ്ണനെയും കാളിയമർദ്ദനവും കൃഷ്ണനും രാധയും കുറൂരമ്മ കളത്തിലടച്ച കണ്ണനെയും മണിഗ്രീവന്മാർക്ക് കണ്ണൻ മോക്ഷം കൊടുക്കുന്നതും പുറകുവശത്തെത്തി കണ്ണനെ സാഷ്ടാംഗം പ്രണമിക്കുന്നതും പിന്നെ പുറത്തു കടന്ന് ആടിയ എണ്ണയും ചന്ദനവും വാങ്ങി ഇടത്തരികത്ത് കാവിലമ്മയെയും തൊഴുത് തിരിഞ്ഞു മമ്മിയൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ഓടിച്ചെന്ന് കണ്ണൻ നിത്യവും സ്പർശിക്കാറുള്ള ആ മഞ്ചാടി മണിമുത്തുകളൊക്കെ ഒന്ന് വാരിയെടുത്ത് കൊടിമരത്തിനരികിലെത്തി തൊഴുത് അവിടെ കൂടി ഒന്ന് സാഷ്ടാംഗം പ്രണമിച്ച് കൂത്തമ്പലത്തിനടുത്ത് ഇത്തിരി നേരം ഒന്നിരുന്ന് കൽത്തൂണിലെ കണ്ണനെ തൊഴുത് അയ്യപ്പസ്വാമിയെ പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാറോട്ട് നടന്ന് ഭഗവാന്റെ വിശ്വരൂപ ദർശനം കണ്ടു തൊഴുത് അടിപ്രദക്ഷിണം ചെയ്ത് പുറത്തിറങ്ങുന്നത് വരെ എല്ലാം മനസ്സിലൊന്ന് കണ്ടു നോക്കൂ. ദിവസവും ഗുരുവായൂരെത്തി ഗുരുവായൂരപ്പനെ തൊഴുത പുണ്യം കിട്ടുന്നതായി എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഏകാഗ്രത നഷ്ടപ്പെടാതെ കണ്ണനിൽ തന്നെ മനസ്സുറപ്പിച്ച് ജപമാല ചൊല്ലി ഭഗവത് പാദത്തിൽ സമർപ്പിക്കാൻ ഇതുവഴി സാധിക്കും. ഇതുവരെ ഇങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഒടുവിൽ ചൊല്ലിക്കഴിഞ്ഞ് അവസാനത്തെ വലിയ മുത്തായ കൃഷ്ണനെ ധ്യാനിച്ച് കണ്ണുകൾ തുറക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആത്മനിർവൃതി ലഭിക്കും. യാതൊരു സംശയവുമില്ല. രാധേശ്യാം.